അത്ര വലിയ അസറുള്ളതും ശക്തിയുള്ളതുമാണ് ഖുർആൻ. ആ ഖുർആൻ പഠിപ്പിക്കുന്നവരാണ് മുഅല്ലിമീങ്ങൾ. ആ മുഅല്ലിമീങ്ങൾക്ക് വലിയ ബഹുമാനമുണ്ട്. അതേ ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ. ഖുർആൻ പഠിക്കുന്നവർക്കും പഠിപ്പിക്കുന്നവർക്കും അവർ ഉത്തമന്മാരെന്ന് നബി തങ്ങൾ പറഞ്ഞു. ഞാൻ അത്തരത്തിൽപ്പെട്ട ഒരു ഖൈറിന്റെ അഹ്ലാണോ? ഞാൻ തഖ്വ ഉള്ളവനാണോ? ഞാൻ ഇൽമനുസരിച്ച് ജീവിക്കുന്നവനാണോ? അല്ല അല്ലാഹുവിനെ ഭയപ്പെടാതെ നീങ്ങുന്നവനാണോ? എന്നെപ്പോലുള്ള എല്ലാ മുദരിസ്മാരും മുഅല്ലിമീങ്ങളും അല്ലാഹുവിന്റെ കോടതിയിലെത്തേണ്ടവരാണല്ലോ. അതുകൊണ്ട് ആ ചിന്ത മുഅല്ലിമീങ്ങൾക്കും വേണം, മുദരിസ്മാർക്കും വേണം, പഠിക്കുന്ന മുതഅല്ലിമീങ്ങൾക്കും വേണം. അതുപോലെ അത്തരത്തിലുള്ള ആളുകളെ സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന എല്ലാ പള്ളി കമ്മിറ്റിയുടെയും മദ്രസ കമ്മിറ്റിയുടെയും പ്രവർത്തകർക്ക് വേണം. എല്ലാ മുഅ്മിനീങ്ങളെ ഖൽബിലും അല്ലാഹുവിനോട് സ്നേഹം വേണം, അല്ലാഹുവിനെ ഭയം വേണം. അല്ലാഹു എന്റെ രഹസ്യവും പരസ്യവും അറിയുന്നു എന്ന ബോധം വേണം. ഈ പാവപ്പെട്ട ഞാൻ കയറി വരുമ്പോ നാലാള് കൈപിടിച്ച് ചുംബിച്ചാൽ ഞാനൊരു വലിയവനായി എന്ന തോന്നൽ എന്റെ മനസ്സിലുണ്ടാകാൻ പാടില്ല. കയറി വരുമ്പോൾ തക്ബീർ കേട്ടിട്ട് ഞാനൊരു വലിയവനായി എന്ന ചിന്ത ഉണ്ടാകാൻ പാടില്ല. ജനങ്ങൾ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുമ്പോ ഞാനൊരു ബഹുമാനമുള്ളവനാണെന്ന ചിന്ത വരാൻ പാടില്ല. രഹസ്യവും പരസ്യവും അറിയുന്ന റബ്ബിന്റെ കോടതിയിൽ സർവ ജനങ്ങളെയും ഒരുമിച്ചൂട്ടുന്ന സദസ്സിൽ എന്നെയും വിചാരണക്ക് വിളിക്കുമല്ലോ. അവിടെ എന്റെ പ്രസംഗങ്ങളും വാലുകളും ഒന്നും ഫലം ചെയ്യൂലല്ലോ. അല്ലാഹു എനിക്ക് മാപ്പ് തന്നാലല്ലാതെ രക്ഷയില്ലല്ലോ. ഈ ഒരു ചിന്ത നമ്മുടെ എല്ലാവരുടെ മനസ്സിലും അല്ലാഹു വളർത്തിത്തരട്ടെ. തഖ്വയോടെ ജീവിച്ച് മരിക്കാൻ അല്ലാഹു ഭാഗ്യം നൽകട്ടെ. അല്ലാഹുവേ, ഞങ്ങൾ മരിച്ചുപോയ എല്ലാ മുഅ്മിനീങ്ങൾക്കും, ഞങ്ങളെ ഉമ്മബാപ്പമാർ, ഉസ്താദുമാര്, ബന്ധപ്പെട്ടവര്, ഞങ്ങളെ സ്നേഹിച്ചവരുടെ ബന്ധുക്കൾ ആരെല്ലാം മരിച്ചവരുണ്ടോ എല്ലാവരുടെ ഖബറിലും ഈ പ്രദേശത്തിന്റെ മൈതാനിയിൽ മറവ് ചെയ്യപ്പെട്ടവരുടെ ഖബറിലും നീ സന്തോഷം നൽകണേ അല്ലാഹ്. മുടിപ്പൂ SYSന്റെ പ്രധാന പ്രവർത്തകൻ മുഹമ്മദ് എന്ന ആൾ മരണപ്പെട്ടു എന്ന് ആരോ ലിസ്റ്റ് തന്നു. അല്ലാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതുപോലെ ഞാനിപ്പോ വരുമ്പോ പോകണം എന്ന് വിചാരിച്ചു, ക്ഷീണം കൊണ്ട് പോകാൻ കഴിഞ്ഞില്ല. ഒരു ചെറുപ്പക്കാരിയായ പെണ്ണ് സുലൈഖ ഈ ബാധപ്പെട്ട് മരണപ്പെട്ടു പോയി. അല്ലാഹു തആല അവരെ ഖബർ സന്തോഷത്തിലാക്കട്ടെ. ആ കുടുംബത്തിന് അല്ലാഹു ക്ഷമ നൽകട്ടെ. അതുപോലെ ഞാൻ എൻ്റെ നാട്ടിൽ നിന്ന് ഈ പോന്നതിന് ശേഷം ഒന്ന് രണ്ട് ആളുകൾ മരിച്ചുപോയി. കുഞ്ഞഹമ്മദ് കുട്ടി ഹാജി എന്ന് വളരെ ബന്ധപ്പെട്ട ഒരാൾ മരിച്ചുപോയി. എൻ്റെ ഒരു സ്നേഹിതന്റെ നാട്ടിൽ ഹമീദ് മരണപ്പെട്ടു പോയി. അങ്ങനെ പലരും നമ്മളെ കൂട്ടായുള്ള പലരും മരിച്ചുപോയി. അല്ലാഹു എല്ലാവരുടെ ഖബറിലും സന്തോഷം കൊടുക്കട്ടെ. ഇവിടെ സജിപ്പത്ത് ഉസ്താദ് എന്ന് പറഞ്ഞിട്ട് അബ്ദുള്ള മസ്ലിയാർ, ഞാൻ മഹാനവറുകളെ എനിക്ക് പരിചയമുണ്ട്. അദ്ദേഹം ചെറുപ്പത്തിൽ ഇസ്ലാമിലേക്ക് വന്ന ആളാണ്. പക്ഷേ പിന്നീട് പഠിച്ച് വലിയ ആലിമായി. അങ്ങനെ അദ്ദേഹം വലിയ അസറുള്ള ആളായി. അദ്ദേഹത്തെ കാണാൻ ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയ സമയത്ത് അദ്ദേഹം ഒരു ഭാഗം തളർന്നു കിടക്കുകയായിരുന്നു. കുറെ കാലം അങ്ങനെ കിടന്നിട്ടുണ്ട്. ആ സമയത്തൊക്കെ ഒരു ബദർ മൗലിദ് കഴിക്കും. കൊല്ലത്തിൽ ഒരു ബദർ മൗലിദ് ഉണ്ടാകും. ആ ബദർ മൗലിദിനെ എന്നെ ക്ഷണിക്കാറുണ്ട്. ഞാനതിൽ പങ്കെടുക്കാറുണ്ട്. വലിയ സ്നേഹമുള്ള ആളായിരുന്നു. അല്ലാഹു തആല അവിടുത്തെ ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ചെറുവത്തൂരിൽ അവിടെ ആ റോട്ടിന്റെ വക്കിന് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഖബർ. ഞാൻ അതിൽ പോകുമ്പോൾ ചിലപ്പോഴൊക്കെ സിയാറത്ത് ചെയ്യാറുണ്ട്. അദ്ദേഹം എൻ്റെ ഉസ്താദ് കീഴന ഉസ്താദ്, അല്ലാഹു തആല അവിടുത്തെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ആ മഹാന്റെ അടുക്കൽ നിന്നാണ് ഇസ്ലാമിലേക്ക് സ്വീകരിക്കുകയും ശിഷ്യത്വം സ്വീകരിക്കുകയും ഒക്കെ ചെയ്ത് പിന്നീട് താജുൽ ഉലമയും മറ്റുമൊക്കെ ആയിട്ട് നല്ല ബന്ധമായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ഖബറിൽ സന്തോഷം കൊടുക്കട്ടെ. അദ്ദേഹം മുഖേന ഈ നാട്ടിനെ സംബന്ധിച്ച് നേരത്തെ എനിക്ക്
കേട്ട് പരിചയവും ഉണ്ട്. എപ്പോൾ ഒരിക്കൽ ഞാനിവിടെ മുമ്പ് വന്നിട്ടുമുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. അല്ലാഹു തആല ഈ ജമാഅത്തിനും ഇതിൻ്റെ പരിസരങ്ങളിലുള്ള ജമാഅത്തുകൾക്കും എല്ലാം അല്ലാഹു തആല എല്ലാ ഖൈറും ബർക്കത്തും തൗഫീഖും വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. ഈ പരിപാടി സംഘടിപ്പിച്ച നമ്മുടെ ഉസ്താദുമാരും മുഅല്ലിമീങ്ങൾക്കും അതുപോലെ SMAയുടെ പ്രവർത്തകർക്കും അതുപോലെ SSF നമ്മുടെ എല്ലാ സംഘടനയുടെ പ്രവർത്തകർക്കും അല്ലാഹു തആല ഖൈറും ബർക്കത്തും വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. എല്ലാവരോടും ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇനി ഒരുപാട് ആളുടെ പ്രസംഗിക്കാൻ